ഡിയർ ഗൈസ്, നമ്മൾ ബൗലീസ് കോവിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിൽ എങ്ങനെയാണ് പ്രോബ്ലം വർക്കൗട്ട് ആകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബൗലീസ് കോവിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു. എന്താണ്? സ്ക്യൂനെസ് ഈസ് ഈക്വൽ ടു Q3 പ്ലസ് Q1 മൈനസ് 2 മീഡിയൻ ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1. അവിടെ Q3 എങ്ങനെയാണ്, Q1 എങ്ങനെയാണ്, മീഡിയൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. നമുക്കൊരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ട്. ഫൈൻഡ് ബൗലീസ് കോവിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. കിട്ടിയല്ലോ. എന്താ ക്വസ്റ്റ്യൻ? 15, 38, 40, 28, 25, 32, 10, 17, 20, 45 ആൻഡ് 33. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയാലുടൻ ഏത് സീരീസാണ് ക്വസ്റ്റ്യൻ എന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ എക്സ് വാല്യൂ മാത്രമുണ്ട്, അതുകൊണ്ട് ഇത് ഏത് സീരീസാണ്, ഇൻഡിവിജ്വൽ സീരീസാണെന്ന് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആൻസർ തുടങ്ങുകയാണ്. അസെൻഡിങ് ഓർഡറിലേക്ക് ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ കൺവേർട്ട് ചെയ്യുകയാണ്. ഇവിടുത്തെ ലീസ്റ്റ് വാല്യൂ ആരാണ്? 10. അപ്പോൾ ഞാൻ 10നെ ആദ്യം കൊണ്ടുവന്നു. നെക്സ്റ്റ് വാല്യൂ 15 ആണ്. അത് കഴിഞ്ഞുള്ള വാല്യൂ 17 ആണ്. അപ്പോൾ ചെറുതിൽ നിന്ന് ഞാൻ വലുതിലേക്ക് എന്ന ഓർഡറിൽ ക്വസ്റ്റ്യനെ എന്ത് ചെയ്തു? ഓർഡറാക്കി. അതാണ് എൻ്റെ എന്ത്? അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ ആയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വിട്ടുപോയെന്നറിയാൻ ഞാനൊന്ന് ഒരു ഈസി ആയിട്ടുള്ളൊരു പരിപാടി നോക്കുകയാണ്. എന്താണ്? ക്വസ്റ്റ്യനിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 11 പേരുണ്ടല്ലേ. അപ്പോൾ എൻ്റെ n ഈസ് ഈക്വൽ ടു 11. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റം. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യനിലെ n എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. അപ്പോൾ അസെൻഡിങ് ഓർഡർ ആക്കിയപ്പോൾ 11 പേരുണ്ടോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഉണ്ടല്ലോ. അപ്പോൾ ആരെയും വിട്ടുപോയിട്ടില്ല. ക്ലിയർ ആണല്ലോ. സ്ക്യൂനെസിൻ്റെ ഫോർമുല ഞാൻ എഴുതി. എന്താ സ്ക്യൂനെസിൻ്റെ ഫോർമുല? സ്ക്യൂനെസ് ഈസ് ഈക്വൽ ടു Q3 പ്ലസ് Q1 മൈനസ് 2 മീഡിയൻ ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1. ഫോർമുല എഴുതിയല്ലോ. ഇനി ഇവിടെ ആരാ ആദ്യം കണ്ടുപിടിക്കേണ്ടത്? Q1ഉം Q3യും മീഡിയനും കണ്ടുപിടിക്കണം. വേണ്ടേ? ആദ്യം നമുക്ക് Q1ലേക്ക് പോവാം. Q1 ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? സൈസ് ഓഫ് n+1/4 ഐറ്റം. അവിടെ വീണ്ടും ആ സൈസ് ഓഫ് എന്നുള്ള വാല്യൂ ആൻസർ തീരും വരെ നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. സൈസ് ഓഫ് n എന്ന് പറഞ്ഞാൽ എത്രയാ? 11 ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ 11+1/4 ഐറ്റം. സൈസ് ഓഫ് 11+1 12/4 ഐറ്റം ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് 12/4 എന്ന് പറഞ്ഞാൽ 4, 3, 12. അപ്പോൾ 3 ആണ്. അപ്പോൾ സൈസ് ഓഫ് 3th ഐറ്റം അല്ലെങ്കിൽ എന്താ? സൈസ് ഓഫ് തേർഡ് ഐറ്റം. തേർഡ് ഐറ്റം എന്ന് പറയുന്ന അസെൻഡിങ് ഓർഡറിൽ നമ്മൾ എണ്ണി നോക്കണം. ഏത് ഐറ്റമാണ്? 1, 2, 3. അപ്പോൾ നമ്മുടെ Q1 എന്ന് പറയുന്നത് നമുക്ക് ആൻസർ കിട്ടി. Q1 ഈസ് ഈക്വൽ ടു ആരാണ്? 17 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു ആൻസർ നമുക്ക് കിട്ടി. Q1 17. ദെൻ Q3യിലേക്ക് പോവുകയാണ്. എന്താ Q3യുടെ ഫോർമുല? Q3 ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n+1/4 ഇൻറ്റു 3th ഐറ്റം. ഇല്ലേ? നേരത്തെ സെയിം ഫോർമുല, എൻ്റെ കൂടെ ഒരു 3 കൂടെ വന്നു എന്നേ ഉള്ളൂ. ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n-ന് 11. അപ്പോൾ 11+1/4 ഇൻറ്റു 3th ഐറ്റം. സൈസ് ഓഫ് 12/4 ഇൻറ്റു 3th ഐറ്റം ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് 12/4 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു 3 9th ഐറ്റം. 9th ഐറ്റം നമ്മുടെ അസെൻഡിങ് ഓർഡറിൽ ഒന്ന് എണ്ണി നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9. എത്രയാ? 38. എങ്കിൽ ആൻസർ നമുക്ക് എഴുതാം. എന്താണ് നമ്മുടെ ആൻസർ? Q3. ഞാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുവാണേ. Q3 ഈസ് ഈക്വൽ ടു എത്രയാണ്? 38. അപ്പോൾ രണ്ട് ആൻസർ കിട്ടി. Q1 17 കിട്ടി, Q3 എത്രയും കിട്ടി? 38. ഇനി നമ്മൾ ആരെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മീഡിയനും കൂടെ കണ്ടാലേ നമ്മുടെ മെയിൻ ഇക്വേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. സോ നെക്സ്റ്റ് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? മീഡിയൻ. ഓക്കെ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് ആരെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മീഡിയൻ ആണ് അല്ലേ. മീഡിയൻ്റെ ഫോർമുല നമുക്കറിയാം. മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n+1/2th ഐറ്റം ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n എന്നുള്ളത് നമുക്കറിയാം. നമ്പർ ഓഫ് ഐറ്റം 11 ആയിരുന്നു. അപ്പോൾ 11+1/2th ഐറ്റം. സൈസ് ഓഫ് 11+1 12/2th ഐറ്റം. 12/2 എന്ന് പറഞ്ഞാൽ 6th. സൈസ് ഓഫ് 6th ഐറ്റം. 6th ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അസെൻഡിങ് ഓർഡറിൽ എണ്ണി നോക്കണം. വേണ്ടേ? നമ്മുടെ അസെൻഡിങ് ഓർഡറിലെ 12th ഐറ്റം എത്രയാണ് എന്നാണ് 6th ഐറ്റം എത്രയാണെന്ന് നോക്കണം. അപ്പോൾ 1, 2, 3, 4, 5, 6. അപ്പോൾ നമ്മുടെ അസെൻഡിങ് ഓർഡറിലെ 6th ഐറ്റം ആരാണ്? 28. അപ്പോൾ നമ്മുടെ മീഡിയൻ ആരാണ്? 28. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ റണ്ണിങ് ഏരിയയിലേക്ക് നമ്മൾ വരുന്നു. എന്താണ്? മീഡിയൻ ഈസ് ഈക്വൽ ടു 28. നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. മീഡിയൻ എത്രയാണ്? 28. പക്ഷെ നമ്മുടെ ഇത് മീഡിയൻ കാണാനല്ലല്ലോ ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ബൗലീസ് കോവിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. ഇതേ ഫോർമുല എഴുതി.
Bowley's coefficient of skewness is equal to Q3 plus Q1 minus 2 median divided by Q3 minus Q1. നമുക്ക് Q3 കിട്ടിയായിരുന്നു അല്ലേ? നമ്മുടെ Q3 നമ്മൾ കിട്ടിയ എത്രയായിരുന്നു? 38 ആയിരുന്നു. ഡൗട്ട് ഇല്ലല്ലോ. അപ്പം നമ്മൾ 38 പ്ലസ് നമുക്ക് Q1 കിട്ടിയിരുന്നു. എത്രയാണ് നമ്മുടെ Q1 ആയിട്ട് കിട്ടിയത്? 17 ആയിരുന്നു അല്ലേ? 17 മൈനസ് 2 ഇൻറ്റു മീഡിയൻ ഇപ്പം നമുക്ക് കിട്ടി എത്രയാണ്? 28 ഡിവൈഡഡ് ബൈ Q3 എന്ന് പറയുന്ന ആരാണ്? 38 മൈനസ് Q1 എന്ന് പറയുന്നത് 17 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ സംഭവം? ഈസ് ഈക്വൽ ടു നമുക്ക് ടോട്ടൽ ചെയ്ത് എഴുതാം. ഏതാണ്? 38 പ്ലസ് 17. 38 പ്ലസ് 17 എന്ന് പറയുമ്പോൾ എത്ര വരും? 55 വരും. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. 55 മൈനസ് 2 ഇൻറ്റു 28 അല്ലേ? 2 ഇൻറ്റു 28 എന്ന് പറയുമ്പോൾ 28ൻ്റെ ഇരട്ടിയായി അല്ലേ? 56 വരും. ക്ലിയർ ആണോ? 56 ഡിവൈഡഡ് ബൈ 38ൽ നിന്നും എത്രയാണ് മൈനസ് ചെയ്യേണ്ടത്? 17 ലെസ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 21 വരും. ശരിയല്ലേ? ഈസ് ഈക്വൽ ടു 55ൽ നിന്നും 56 പോയാൽ ആൻസർ എന്ത് വരും? -1 വരും. ശരിയല്ലേ? -1 ഡിവൈഡഡ് ബൈ 21 ഈസ് ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ 21 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ആൻസർ വരുന്നു -0.048. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ആ വന്ന ആൻസറിന് നേരെ നമുക്ക് എഴുതേണ്ടതുണ്ട്. എന്താ എഴുതേണ്ടത്? ബൗലീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് തന്നെ എഴുതി കൊടുക്കണം. വേണ്ടേ? അപ്പോൾ ബൗലീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് വേണ്ടേ? അപ്പോൾ ആൻസർ എല്ലാം മുഴുവൻ എഴുതി നമ്മൾ ശീലിക്കണം. സ്ക്യൂനെസ്. അപ്പോൾ ബൗലീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് ഈക്വൽ ടു എത്രയാണ് നമ്മുടെ ആൻസർ? -0.048 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആരുടെ ഇക്വേഷനാണ് യൂസ് ചെയ്തത്? സ്ക്യൂനെസ് ബൗലിയുടെ ഇക്വേഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടി വരുന്നത് ആരെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്? നമ്മുടെ ഫോർമുല നമ്മൾ ആദ്യം എഴുതുന്നു ഇല്ലേ? നമ്മുടെ മെയിൻ ഫോർമുല നമ്മൾ എഴുതി. മെയിൻ ഫോർമുല എഴുതുമ്പോൾ ഒരു കാര്യം ഓർക്കണോ? അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് വേണം പോകാൻ ഇല്ലേ? അസെൻഡിങ് ഓർഡർ എഴുതി, സ്ക്യൂനെസിൻ്റെ മെയിൻ ഫോർമുല എഴുതി, നമ്മൾ അവിടുന്ന് Q1 കണ്ടുപിടിച്ചു, Q3 നമ്മൾ കണ്ടുപിടിച്ചു. അതിന് ശേഷമാണ് നമ്മൾ വന്ന് ആരെ കാൽക്കുലേറ്റ് ചെയ്തത്? മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്തു. ശരിയല്ലേ? മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്യൂനെസിൻ്റെ ഇക്വേഷനിലേക്ക് ചെന്നു, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ആൻസർ വന്നു. ആൻസറിന് നേരെ നമ്മൾ എഴുതി ബൗലീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് ഈക്വൽ ടു ആൻസർ അങ്ങ് എഴുതി വെച്ചു. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതൊന്ന് നോക്കി പോവുകയാണെങ്കിൽ, 1-2 ഇതുപോലത്തെ പ്രോബ്ലം ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഇത് തറവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.